ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനും മോനും കൂടെ ഒരു സ്ഥലം വരെ പോകുന്നു. മോൻ്റെ പേര് അച്ചു എന്നാണ് കേട്ടോ. എപ്പം മോൻ, ചെറിയ മോൻ, വലിയ മോൻ എന്ന് പറയൽ. അപ്പോൾ മോൻ്റെ പേര് അച്ചു എന്നാണ്. അപ്പോൾ നമ്മൾ വേറെ എവിടെയൊക്കെയല്ല, ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് എൻ്റെ വീടാണ് ഓപ്പോസിറ്റ് കാണുന്നത്. അപ്പോൾ നമ്മൾ ബസ്സിനാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഒരു തെയ്യമുണ്ട് ഇന്ന്. അപ്പോൾ ആ തെയ്യം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ചെണ്ടമുട്ടെന്ന് കണ്ടപ്പോൾ മോന് പോകണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ പോയി നോക്കുമ്പോൾ അവൾ തെയ്യമൊന്നും ഇറങ്ങിയില്ല. മലയിറക്കുന്നതിന് മുന്നേ ചെണ്ടമുട്ടലേനും. അത് കഴിഞ്ഞ് മൂത്ത മോനെ സ്കൂളിൽ നിന്ന് കൂട്ടാൻ പോയതാണ്. എന്നിട്ട് വന്ന് കുളിച്ചിട്ട് നമ്മളപ്പാട് തെയ്യം കാണാൻ വേണ്ടി പോകുന്നു. അപ്പോൾ തെയ്യം കീയുന്നതിൻ്റെ മുട്ടൊക്കെ തുടങ്ങി. അപ്പോൾ നമ്മൾ സ്പീഡിലൊന്ന് കുളിയൊക്കെ കഴിഞ്ഞു നമ്മളിതാ കാവിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെ തെയ്യം ഇറങ്ങിയിട്ട് കുറച്ച് ഒരു 5 മിനിറ്റായി. നമ്മളവിടെ എത്തുമ്പോഴേക്കും എന്താ തെയ്യം. ഈ തെയ്യം എന്ന് വെച്ചാൽ ഗുളികൻ തെയ്യത്തിൻ്റെ വെള്ളാട്ടാണിത്. അപ്പോൾ ചെറിയൊരു കാവാണ്, വീടിൻ്റെ അടുത്തുള്ള ചെറിയൊരു കാവാണ്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രമായിട്ട് എന്തോ കണക്റ്റഡ് ആയിട്ടുള്ളതാണ്, അങ്ങനെയാണ് പേര്. കാവിൻ്റെ ഇവിടെ ഗുളികനും തമ്പുരാട്ടിയമ്മയേ ഉള്ളൂ. തമ്പുരാട്ടിയമ്മ പൊളിച്ചൊക്കെയാണ് ഇറങ്ങാറ്, അതുകൊണ്ട് ഞാൻ ഇതുവരെ കണ്ടില്ല. തമ്പുരാട്ടിയമ്മ എന്ന് വെച്ചാൽ വേറെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്തിട്ടൊന്നുമല്ല, കാതിലിയും മാലയൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ്. അപ്പോൾ ഇത് ഗുളികൻ വെള്ളാട്ടം കഴിഞ്ഞിട്ട് ഗുളികൻ്റെ ഇതുണ്ട്, എഴുന്നള്ളത്തുണ്ടായത്. അപ്പോൾ ഇപ്പോൾ വെള്ളാട്ടാണ്. അപ്പോൾ നമ്മളവിടെ ഇരുന്ന് കാണലായിരുന്നു. അപ്പോൾ ഈ ജില്ലക്കാർക്ക് തെയ്യൊന്നും കണ്ട് വലിയ പരിചയം ഉണ്ടാവില്ല. ഇങ്ങനെ വീഡിയോസിലെല്ലാം കണ്ട പരിചയം ഉണ്ടാവും. അപ്പോൾ അവർക്കായിട്ടിട്ടൊരു വീഡിയോ മാത്രമാണ് ഇത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് വാട്ടോ, വെള്ളാട്ടം കണ്ടിട്ട് വരും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ എന്താണ് അരിയറിയലാണ്. അപ്പോൾ നമുക്കെല്ലാം എറിയാൻ വേണ്ടി അരി തരലാണ്. അപ്പോൾ ആദ്യം ആ കുടുംബക്കാരൊക്കെ പോവുക. അവർ എന്താ പറയുക, ഒരു വീടിൻ്റെ അടുത്തുള്ള കാവാണ്, അവരാണ് ഈ തെയ്യം നടത്തുന്നത് കേട്ടോ. ചില കാവുകളിലെല്ലാം നാട്ടുകാരൊക്കെ കൂടിയിട്ടെല്ലാം പിരിപ്പിച്ചിട്ടെല്ലാം തെയ്യം നടത്താറ്. ഇവർ കുടുംബക്കാർ മാത്രം അവരിങ്ങനെ പിരിപ്പിച്ചിട്ടാണ് നടത്തലെന്ന് തോന്നുന്നത്. അങ്ങനെ പിരിവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ തെയ്യം ഇത് പിന്നെ 3 തവണ വലം വെക്കുന്നതാണ് കാവ്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ആൾക്കാരെല്ലാം രാവിലത്തെ തെയ്യത്തിൻ്റെ തിരുമുടി ഇറങ്ങുന്നതിൻ്റെ മുടികളൊക്കെ സെറ്റ് ചെയ്യലെല്ലാമാണ്. അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ചെണ്ടമുട്ടുന്ന കേട്ടിട്ട് വരാൻ തുടങ്ങി. നമ്മൾ പോകുമ്പോൾ ആൾക്കാരെല്ലാം കുറവായിരുന്നു. പിന്നെ മുട്ടുന്ന കേട്ടാരെല്ലാവരും വരാൻ തുടങ്ങി. പിന്നെ ഇതിന് ശേഷം പൈസക്ക് എന്താ പറയണ്ടേ ഇരിക്കുന്ന ചടങ്ങെന്നല്ല പൈസക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ മോൻ വിടാത്തതുകൊണ്ട് അതിനൊന്നും നിന്നില്ല. ഈ ഒരു ചുറ്റലൊക്കെ കഴിഞ്ഞതിന് ശേഷം മോന് വയലൻ്റായി തുടങ്ങി. അപ്പോൾ പിന്നെ നമ്മളധികമൊന്നും അവിടെ നിന്നില്ല, നമ്മൾ വേഗം തന്നെ വീട്ടിലേക്ക് വന്നിരുന്നു. അപ്പോൾ അതാ കോമരത്തിനും തെയ്യക്കാരെയൊക്കെ അനുഗ്രഹിക്കലാണ്. ഇതിൻ്റെ ബാക്കിലുള്ള ഐതിഹ്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ മോനതിപ്പോൾ വാശി പിടിച്ചിട്ട് ക്യാമറ പിടിക്കണമെന്ന് വാശി പിടിച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ അവൻ്റെ കൈയൊക്കെ മറങ്ങുന്നുണ്ട്. വാശി പിടിച്ചാൽ പിന്നെ വാശിയിൽ ഫസ്റ്റാണ് അവൻ. അപ്പോൾ അത് കഴിഞ്ഞു. ഇത് കുറേ ഒരു മണിക്കൂറോളം ഇങ്ങനെ തുള്ളുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പൈസക്ക് ഇരിക്കൽ, അനുഗ്രഹം കൊടുക്കാനിരിക്കൽ. അപ്പോൾ കണ്ടോ, ഇപ്പോഴേക്കെല്ലാം ആൾക്കാരെല്ലാം ഒരുപാട് വന്നു. അപ്പോൾ പിന്നെ ആ കാവിലേക്ക് ഈ പട്ടൊപ്പിക്കൽ എന്നെല്ലാം പറയും. പട്ടൊപ്പിക്കലെല്ലാം ഉണ്ടെങ്കിൽ ഇതിൻ്റെ നടുക്ക് പോയിട്ട് ഒപ്പിച്ചിട്ട് അവിടെ വെക്കുക വേണ്ടത്. പിന്നെ വെളിച്ചെണ്ണ കൊടുക്കുന്നവരെല്ലാം ഉണ്ട്. അപ്പോൾ തെയ്യം
അകത്ത് ചേതിക്ക് കയറിയിട്ടാണ് പിന്നെ കുറച്ച് സമയം തുള്ളലൊക്കെ. നല്ല തെയ്യത്തിൻ്റെ ഇതിൽ പോയി കഴിഞ്ഞാൽ അടിപൊളി ചെണ്ടമുട്ടായിരിക്കും കേട്ടോ. അത് പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. അപ്പോൾ ബാക്കിലൊക്കെ ഒരുപാട് ആളുണ്ട്. ബ്രഹ്മാനന്ദത്തിൽ ലയിച്ചും സാഹിത്യവത്തിൽ സ്തുതിച്ചും ധർമാർത്ഥ കാമമോക്ഷം എന്നിങ്ങനെയായിരിക്കുന്നതായ ചതുർവിധ പുരുഷാർത്ഥങ്ങളെ കൊണ്ടും പ്രാണമധ്യ അന്ത്യ എന്നിങ്ങനെ ഇരിക്കുന്ന ഒരു കാലങ്ങളെ കൊണ്ടും മൂർത്തി പൂർണ്ണകാരനെ ഭജിച്ചു പോയിരുന്നുണ്ടല്ലോ. എങ്ങനെ ബ്രഹ്മം പത്മം വൈഷ്ണവം ഭാഗവതം നാല്യം മാർഗാണ്യം ആത്മീയം ഭവിഷ്യത്ത് പുരാണങ്ങളെ കൊണ്ടും ചെക്കി ചേമന്തി ചുന മല്ലിക ചെമ്പകം തുളസി വെല്ലുപത്രം പുഷ്പങ്ങളെ കൊണ്ടും ഇതിന്റെ പേരിൽ പോയിരുന്നല്ലോ. അങ്ങനെ അധർമ്മഭൂയിഷമായിരിക്കുന്ന കലിയാണല്ലേ, അങ്ങനല്ലേ? അധർമ്മഭൂയിഷമായിരിക്കുന്ന ഈ കലിയെങ്കിൽ കൊല, കളവ്, വഞ്ചന മുതലായ ദുർവിധങ്ങളാൽ ലോകത്തെ ദുഷിച്ച് അല്ലെ വർണ്ണസമാചാര വിധികളെ ലംഘിച്ചു സ്വാർത്ഥത്തിനായി സത്യത്തെയും ന്യായത്തെയും ഉപേക്ഷിച്ച് ആത്മാഭിമാനത്താൽ മതിമറന്ന് പരശ്രീഗമനം, പരദ്രവ്യച്ച, പ്രാണിഹിംസ, മാതാപിതാക്കളെയും ദൈവത്തെയും വ്യത്യാസനം ചെയ്ത് സഹോദരാദി ബന്ധുവർഗങ്ങളെ രക്ഷിച്ചു ആത്മീകന്മാരായി നഗരമുഖത്തേക്ക് ജീവിതം നയിക്കുന്ന അല്പബുദ്ധിമാന്മാരും അല്പായുസുക്കളുമാണല്ലോ ഈ കലിയെങ്കിൽ. ഇങ്ങനെയല്ലേ ശ്രീ പാലാഴി കടങ്ങിയിട്ടും മഹാമേര് ചലിച്ചിട്ടും തീർത്ഥജലങ്ങളെല്ലാം വരട്ടു ജലങ്ങളായിട്ടും അന്തരജാതികളും ബൗദ്ധജന വർദ്ധനവും. ഇങ്ങനെയല്ലേ ബൗദ്ധജന വർദ്ധനവും നാട്ടിൽ കൂട്ടവും വീട്ടിൽ കലകവും കലങ്ങിയ വെള്ളവും മയങ്ങിയ പട്ടോലയുമായി തീർന്നുവല്ലോ. നാരികന്മാരെ ഭക്തന്മാരെ കളിവാനായിക്കൊണ്ട് അല്ലേ ഗുളികൻ ദൈവത്തെയും കരുണയോടുകൂടി ധ്യാനിക്കുമാറാകട്ടെ കേട്ടോ. ഈ സ്റ്റൂളുമ്പോൾ കയറിയിട്ടൊക്കെ ഇങ്ങനെ ഒന്നൊന്ന് നൃത്തം വെക്കുകയൊക്കെ ചെയ്യേ. കയ്യിൽ കണ്ടോ ഗുളികയുടെ കയ്യിലുള്ള ദണ്ഡാണ്. അങ്ങനെ ഓരോ ദൈവങ്ങൾക്കും ഓരോ ആയുധങ്ങൾ ഉണ്ടാവും. ചില ദൈവങ്ങൾക്ക് വാളായിരിക്കും. അങ്ങനെ ഓരോ ദൈവങ്ങൾക്കും ഓരോ ആയുധങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ മോൻ ചൊറയാക്കിയോണ്ട് ഞാനും മക്കളും തിരിച്ച് വീട്ടിലേക്ക് നടന്നു. ഭർത്താവിൻ്റെ അമ്മക്ക് വരാൻ കഴിയില്ല, അമ്മാവൻ മരിച്ചുകൊണ്ട് പോലെയാണ്. അപ്പോൾ ഞാനും മക്കളും മാത്രമേ ഉള്ളൂ. അപ്പോൾ വീട്ടിലെത്തിയൊക്കെ വീട്ടിലൊരു അതിഥിയും വന്നിരിക്കുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് ചെരുപ്പ് എടുക്കാൻ പുറത്തിറങ്ങിയ ഒരാളെ കണ്ടത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.